ലാപ്ടോപ്പ് ഉണ്ടല്ലോ. ഇവൻ പാസ്വേഡ് വെച്ചിട്ടുണ്ടോ? എന്തായിരിക്കും എന്റെ പാസ്വേഡ്? ആ, സ്വന്തം പേരെ ആനന്ദെന്നായിരിക്കും. നോക്കിക്കളെ. അതല്ലേ? അപ്പൊ പിന്നെ അവന്റെ ഡേറ്റ് ഓഫ് ബർത്ത് ആയിരിക്കുമോ? പേരല്ലെങ്കിൽ പിന്നെ അതാവാനാണ് ചാൻസ്. പെട്ടെന്ന് ഓർമ്മിക്കാൻ എളുപ്പമല്ലേ? അവന്റെ ഡേറ്റ് ഓഫ് ബർത്ത് ആ കിട്ടി. ഷെടാ, ഇതും റോങ് ആണല്ലോ. ഇനി എന്തായിരിക്കും? പേരും അല്ല, ഡേറ്റ് ഓഫ് ബർത്തും അല്ല. അപ്പൊ പിന്നെ ചിലപ്പോ അമ്മ എന്നായിരിക്കും. അവനെ സംബന്ധിച്ച് അതാവാനാണ് സാധ്യത. അമ്മയാണല്ലോ അവന്റെ ദൈവം. അമ്മ. ഛേ, അമ്മയെ റോങ് പാസ്വേഡോ? അപ്പൊ അവൻ അമ്മയെ ഉപേക്ഷിച്ചോ? അപ്പൊ അതിലും വലിയ സീക്രട്ട് പാസ്വേഡ് എന്തായിരിക്കും? അമ്മയുമല്ല, ഡേറ്റ് ഓഫ് ബർത്തും അല്ല. വന്നോ? നീ എന്താ ചെയ്യുന്നു? എടാ, നിന്റെ ലാപ്ടോപ്പ് ഞാനിന്ന് എടുത്തു. മേലിയൊക്കെ ചെയ്യാനാ. നീ നിന്റെ പാസ്വേഡ് എന്ന് പറഞ്ഞേ. അത് പാസ്വേഡ്. അതെ, പാസ്വേഡ്. അല്ല, നീ എന്താ ഇത് ആദ്യം കേൾക്കുന്ന പോലെ? ഇങ്ങെടുക്ക, പാസ്വേഡ് ഞാൻ അടിച്ചുതരാം. എടാ നോക്കട്ടാ. മനസ്സിലായി മനസ്സിലായി. KALYANI, കല്യാണി അല്ലേ? പോടാ, നീ വെറുതെ ഓരോന്ന് ഊഹിക്കണ്ട. കല്യാണി എന്നൊന്നുമല്ല എന്റെ പാസ്വേഡ്. അല്ലേ? ശരി, ആ ലാപ്ടോപ്പിക്ക് വന്നേ, ഞാൻ കാണിച്ചുതരാം. ലാപ്ടോപ്പ് കള്ളം പറയില്ല മച്ചു. അതെ, എപ്പോഴും ഓൺ ഓഫും ചെയ്താലേ ലാപ്ടോപ്പ് ചീത്തായി പോകും. നീ ഇപ്പൊ വേണമെങ്കിൽ ഉപയോഗിച്ചാ മതി. കൊള്ളാം. നീ അണ്ണാ കുഞ്ഞിനെ മരക്കറ്റം പഠിപ്പിക്കില്ലേ മച്ചു? എന്റെ ഈ ഫോണിലെ ഇപ്പോഴത്തെ പാസ്വേഡ് പുതിയ ഗേൾഫ്രണ്ടിന്റെയാ. നമ്മൾ പുരുഷന്മാരുടെ ഒരു വീക്ക്നെസ് അതായി പോയില്ലേ. ഓഹോ, അങ്ങനെയാണെങ്കിൽ ഇപ്പൊ ഏകദേശം ഒരു 100 പാസ്വേഡ് നീ മാറ്റി കാണുമല്ലോ. ആഴ്ചയിൽ നിനക്ക് ഓരോരോ ഗേൾഫ്രണ്ട് അല്ലേ? അതിനും വേണോടാ ഒരു യോഗം. വെറുതെ അസൂയപ്പെട്ടിട്ട് ഒരു കാര്യമില്ല. ഓ, ആയിക്കോട്ടെ ആയിക്കോട്ടെ, സന്തോഷം. ഏതായാലും മച്ചു, നീ ലാപ്ടോപ്പിലും മനസ്സിലും കല്യാണിയെ പാസ്വേഡായി ഇട്ടോണ്ട് നടന്നിട്ടൊന്നും ഒരു കാര്യമില്ല. നിന്റെ ഇഷ്ടം നീ അവളെ അറിയിക്കേണ്ട സമയത്ത് അറിയിച്ചാലേ പറ്റൂ. ഇനി എന്തിനാ നീ ഇത് വെച്ച് താമസിപ്പിക്കുന്ന എനിക്ക് മനസ്സിലാവാത്തത്. ഈ ആനന്ദിനെ നശിപ്പിക്കുന്നത് ഇവൻ ഒറ്റ ഒരുത്തനാ. ആദ്യം ഇവനെ അടിച്ച് പുറത്താക്കിയാലേ പറ്റൂ. UK-യിൽ നിന്നും കെട്ടിയെടുത്തിരിക്കുന്ന ഒരു വൃത്തികെട്ടവൻ. നീ പറഞ്ഞിട്ടുള്ളതും ഇപ്പൊ പറയുന്ന ഒന്നും ഞാൻ മറന്നിട്ടില്ല. കല്യാണിയോടുള്ള എന്റെ ഇഷ്ടം പറയാനാ ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. എപ്പോഴും ഓരോരോ തടസ്സങ്ങൾ വന്ന് കേറും. എനിക്കെന്ത് ചെയ്യാൻ പറ്റും? ഓഹോ, അപ്പൊ അങ്ങനെയായോ കാര്യങ്ങള്? സൂക്ഷിക്കണമല്ലോ. പണ്ട് കണ്ണുകളോടായിരുന്നെങ്കിൽ ഇപ്പൊ പലപ്പോഴും ഞാൻ സംസാരിക്കുന്നത് കല്യാണി തന്ന ഈ ഗിഫ്റ്റിനോടാണ്. എടാ, ഇത് മറ്റുള്ളവർക്ക് ഒരുപക്ഷെ കൃഷ്ണന്റെയും രാധയുടെയും വെറും പ്രതിമയായിട്ടേ തോന്നും. പക്ഷേ എനിക്കിത് കാണുമ്പോൾ ഞാനും കല്യാണിയും ചേർന്ന് നിൽക്കുന്ന പോലെയാ തോന്നുന്നത്. അതൊക്കെ നല്ല കാര്യം. പക്ഷെ പുള്ളിക്കാരൻ പെമ്പിള്ളേരെ അടിച്ചിടാൻ വിരുദ്ധനായിരുന്നു. എന്നിട്ട് പോലും ആ രാധയെ കെട്ടാൻ പറ്റിയില്ല. അപ്പോഴാ നീ ഇവിടെ നിന്റെ പ്രണയം പോലും അറിയിക്കാതെ സ്വപ്നം കണ്ടോണ്ടിരിക്കുന്നത്. സ്വപ്നമല്ല, സത്യമാവൂടാ. ഇനി അധികം വൈകാതെ തന്നെ ഞാൻ എന്റെ പ്രണയം കല്യാണി അറിയിച്ചിരിക്കും.
ഏതായാലും നീ മെയിൽ ചെക്ക് ചെയ്തിരിക്കുക, എനിക്കൊന്ന് പുറത്തു പോകാനുണ്ട്. ആ അയ്യോ ഞാനും ഉണ്ട്. മെയിലൊക്കെ ഇനി ഓഫീസിൽ ചെന്നിട്ട് ഇതാ പിടിച്ചോ. പോ. ആ ഒരു വലിയ രാധയും കൃഷ്ണനും. കഷ്ടം. ഇവിടെ ആനന്ദേ, നിനക്ക് വേണമെങ്കിൽ സ്വയം കൃഷ്ണനെന്ന് പറയാം, ഞാൻ സമ്മതിക്കും. പക്ഷേ ആ അടുക്കളക്കാരിയെ രാധ എന്ന് പറഞ്ഞാൽ സഹിക്കില്ല ഞാൻ. അത്രയ്ക്ക് വെറുപ്പാ എനിക്ക് ആ പെണ്ണിനോട്. ഇപ്പൊ ഇവിടെ കൃഷ്ണനെ കൊല്ലാനല്ല, രാധയെ കൊല്ലാൻ വേണ്ടി ഞാനൊരു പൂതനയായിട്ട് അവതരിക്കാൻ പോവാ, നിന്റെ ഈ പ്രണയത്തെ തകർക്കാൻ. അവള് തന്ന ഈ വിഗ്രഹം കാണുമ്പോഴല്ലേ നിനക്ക് രാധയും കൃഷ്ണനും ഒക്കെ ആവാൻ തോന്നുന്നത്. ഇനി ഇത് ഇവിടെ വേണ്ട, ഇതിനെ എറിഞ്ഞുടയ്ക്കും ഞാൻ ഇപ്പൊ തന്നെ. ചേച്ചി, അത് പിന്നെ ഞാനേ എറിഞ്ഞു കളഞ്ഞത് ആനന്ദിന് ആ കല്യാണി കൊടുത്ത പ്രതിമയാ. അത് ആനന്ദ് മുറിയിൽ സൂക്ഷിക്കുന്നത് കണ്ടപ്പോ എനിക്ക് സഹിച്ചില്ല ചേച്ചി. അതെ, അവൻ എന്തിനാ ഒരു അടുക്കളക്കാരിയുടെ ഗിഫ്റ്റ് ഒക്കെ ഇത്ര കാര്യമായിട്ട് സൂക്ഷിച്ചു വെക്കുന്നത്? അതിനെ കുറിച്ചും അവളെ കുറിച്ചും ഒക്കെ പറയുമ്പോ അവന് 100 നാക്കാ. അതാ ഞാൻ എറിഞ്ഞു പൊട്ടിച്ചത്. ദേ, ഞാൻ ചെയ്തത് തെറ്റാണെങ്കിൽ ചേച്ചിക്ക് എന്നെ അടിക്കാം, കൊള്ളാൻ ഞാൻ റെഡിയാ. ദാ എന്നെ അടിച്ചോ, ഞാൻ കണ്ണടച്ച് നിന്നോളാം. ഭലേ ഭേഷ്. ഞാൻ പ്രതിമ എറിഞ്ഞുടച്ചത് കണ്ടിട്ടും അഖിലാണ്ടേശ്വരി ഒരു അക്ഷരം മിണ്ടാതെ പോണോങ്കി ഞാൻ ചെയ്തത് ഇഷ്ടപ്പെട്ടു എന്നല്ലേ അതിനർത്ഥം. അതായത് അഖിലാണ്ടേശ്വരിയുടെ മനസ്സിലും അവനെയും അവളെയും കുറിച്ച് സംശയങ്ങൾ തോന്നിത്തുടങ്ങി എന്ന് ഉറപ്പിക്കാം. വെരി വെരി ഗുഡ്. അപ്പോ ഇനി വേണം കലക്കവെള്ളത്തിന്ന് മീൻ പിടിക്കാൻ. അല്ലെങ്കിലും വിലാസിനിക്ക് പണ്ടേ അതാണല്ലോ ഇഷ്ടം, വെള്ളം കലക്കലും മീൻ പിടിക്കലും. ആ അരവിന്ദ് പറഞ്ഞോ. എന്താടാ ഇത്?
അങ്ങനെ ഒരു പ്രശ്നമില്ല. ആ, നീ എന്തിനാ വെറുതെ ടെൻഷൻ അടിക്കുന്നത്? എടാ, നമ്മുടെ എല്ലാ ട്രാൻസാക്ഷൻസും ഓൺലൈൻ ആണ്. ഓരോ അണാ പൈസയ്ക്കും കൃത്യമായ അക്കൗണ്ട് ഉണ്ട്. ഒരു എറർ വന്നാൽ തന്നെ റെക്ടിഫൈ ചെയ്യാൻ സ്റ്റാഫും. പിന്നെന്തിനാ ഈ ടെൻഷൻ? എന്തായാലും ഒരു കാര്യം ചെയ്യാം. നിനക്ക് സംശയമുള്ള എമൗണ്ടും അതിന്റെ ഇൻവോയ്സും എനിക്കൊന്ന് മെയിൽ ചെയ്യുക. ഞാനൊന്ന് നോക്കട്ടെ. ഏയ് നോ നോ നോ, എടാ അതിന്റെ കാര്യമില്ല. എടാ, ഞാൻ പറയുന്നതൊന്നും നിനക്ക് മനസ്സിലാവുന്നില്ലല്ലോ. എടാ, ഞാനൊന്ന് നോക്കിയിട്ട് തിരിച്ചു വിളിക്കാം. നീ ഒന്ന് മെയിൽ ചെയ്യുക. പാസ്വേഡ് KALYANI കല്യാണി. മൈ ഗോഡ്, ആ പ്രതിമ എവിടെ പോയി? ശബരിയെ കാണിച്ചിട്ട് ഇവിടെയാണല്ലോ ഞാൻ വച്ചിരുന്നത്. ഇനി ആരെങ്കിലും എടുത്ത് ഷെൽഫിൽ വെച്ച് കാണോ? ഇവിടെ ഒരിടത്തുമില്ല. കല്യാണി എനിക്ക് ആദ്യമായിട്ട് തന്ന ഗിഫ്റ്റ് ആരെടുത്ത് മാറ്റിയതാ? എനിക്കിത് കാണുമ്പോൾ ഞാനും കല്യാണിയും ചേർന്ന് നിൽക്കുന്ന പോലെയാ തോന്നുന്നത്. ആന്റി, ആനന്ദിനിപ്പോ പനി എങ്ങനെയുണ്ട്? ഡോക്ടർ എന്ത് പറഞ്ഞു? മെഡിസിൻ ഒക്കെ സമയത്ത് കഴിക്കുന്നുണ്ടല്ലോ അല്ലേ? ആ, കൊള്ളാം, എനിക്ക് ഇഷ്ടപ്പെട്ടു. ശത്രുവിന്റെ സുഖവിവരം അന്വേഷിക്കാൻ വേണ്ടിട്ടാണോ നീ എന്നെ അത്യാവശ്യമായിട്ട് കാണണമെന്ന് പറഞ്ഞത്?
അല്ല നീ ഇത് ഏത് ലോകത്താ? എനിക്ക് മനസ്സിലാവുന്നില്ല. ലോകം മറന്നിട്ടൊന്നും അല്ല ആന്റി. ഭൂമിയിൽ ചവിട്ടി തന്നെയാ ഞാൻ നിൽക്കുന്നതെന്നും ഓർമ്മയുണ്ട്. പക്ഷേ ആന്റി ഒന്നും മറക്കരുത്, ഒരിക്കൽ ഞാൻ അവനെ മോഹിച്ചതാ എനിക്കവനെ വേണമെന്ന്. മോഹിച്ചതൊക്കെ നേടിയെടുത്ത ഈ പ്രിയങ്കയ്ക്ക് ശീലം. അതുകൊണ്ട് തന്നെ അവനെ മറ്റാർക്കും വിട്ടുകൊടുക്കില്ല ഞാൻ, മരണത്തിന് പോലും. ചേടാ, ഇതാകെ കുഴപ്പമാണല്ലോ. എന്താ നിന്റെ ഉദ്ദേശം? കൊല്ലാനാണോ വളർത്താനാണോ? നിന്നെ എനിക്ക് മനസ്സിലാകുന്നില്ല, അതുകൊണ്ടാ. ആരും ആരെയും പൂർണ്ണമായും മനസ്സിലാക്കാറില്ല ആന്റി. അവനെ ഞാൻ മറ്റാർക്കും വിട്ടുകൊടുക്കില്ലെന്നല്ലേ പറഞ്ഞുള്ളൂ. അല്ലാതെ അവനോടൊപ്പം അവന്റെ ഇഷ്ടങ്ങൾക്കൊപ്പം നടക്കുന്ന ഒരു പെണ്ണാകണമെന്ന് പറഞ്ഞില്ലല്ലോ. ശരി ആന്റി, അത് വിട്. ആനന്ദിന് പനി മാറിയോ ഇല്ലയോ എന്ന് പറ. വൈറൽ പനിയൊക്കെ മാറി, പക്ഷെ ഇപ്പൊ വേറൊരു പനിയാ കക്ഷിയെ ഇപ്പൊ തളർത്തി കിടത്തിയിരിക്കുന്നെ. വേറൊരു പനിയോ? അതെ, ഇപ്പൊ ഉള്ളതേ പ്രണയപ്പനിയാ. അത് ആന്റിബയോട്ടിക്സിലൊന്നും മാറില്ല, അതാ പ്രശ്നം. അതവിടെ നിക്കട്ടെ. തൃച്ചംബരത്തിന്റെ അസ്ഥിവാരം ഇളക്കാൻ വന്ന ഉഗ്ര വിഷമുള്ള സർപ്പമായിരുന്നല്ലോ പ്രിയങ്ക വർമ്മ. എന്നിട്ടിപ്പോ പുറത്ത് കാണുന്നേയില്ല. അതെ, മാളത്തിലേക്ക് കയറി ഒളിക്കാനായിരുന്നു മുമ്പത്തെ വെല്ലുവിളികളൊക്കെ. മാളത്തിൽ ഒളിക്കാനോ? ഈ ഞാൻ അങ്ങനെ ഭയന്ന് മാളത്തിൽ ഒളിക്കുന്നവളായിരുന്നെങ്കിൽ ഞാൻ ആരാണെന്ന് സത്യം മറച്ചുവെച്ച് അഖിലാണ്ടേശ്വരിയുടെ വീട്ടിൽ കാലെടുത്ത് വയ്ക്കുമായിരുന്നു ആന്റി. നാഗമടത്ത് വംശത്തിന്റെ രക്തമാ എന്റെ സിരകളിൽ ഓടുന്നത്. അതുകൊണ്ട് തന്നെ എപ്പോ പത്തി താഴ്ത്തണമെന്നും എപ്പോ ഭണം എടുത്ത് ആടണമെന്നും എനിക്ക് നന്നായിട്ട് അറിയാം. പാമ്പിന്റെ പക പഴുതടച്ചുള്ളതാ. ആനപ്പക പോലെ വർഷങ്ങൾ എടുത്താലും ആ പക വീട്ടിയാതെ അടങ്ങും. നിന്റെ പറച്ചിലൊക്കെ വെച്ച് നോക്കിയാ എന്തോ വലിയ പ്ലാൻ ചെയ്തിട്ടുണ്ടെന്ന് തോന്നുമല്ലോ അഖിലാണ്ടേശ്വരിയെ തകർക്കാൻ. യെസ്, ഐ ആം ഓൺ മൈ മിഷൻ. ടെക്സ്റ്റൈൽസ് ടെൻഡറിൽ ആ അഖിലാണ്ടേശ്വരി എനിക്ക് തിരിച്ചടി തന്നിട്ടുണ്ട്. പക്ഷേ ഇനി ഞാൻ അടിക്കുന്ന അടി അഖിലാണ്ടേശ്വരിക്ക് ജന്മം മറക്കാൻ പറ്റാത്തതായിരിക്കും. ബിസിനസ് രംഗത്ത് കുതിച്ചുകൊണ്ടിരിക്കുന്ന ആനന്ദ് ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ തകർച്ചയാ ഇനി നിങ്ങളൊക്കെ കാണാൻ പോകുന്നത്. ഓപ്പ് കുത്തിക്കും ഞാൻ ആ കമ്പനിയെ. ആ കല്യാണ മണ്ഡപത്തിൽ വെച്ച് അത്രയും ആൾക്കാരുടെ മുന്നിൽ ഞാൻ തലകുനിച്ച് നിന്ന പോലെ തൃച്ചംബരത്ത് അഖിലാണ്ടേശ്വരി മീഡിയാസിന്റെ മുൻപിൽ അപമാന ഭാരം കൊണ്ട് തലകുനിച്ച് നിൽക്കാൻ പോവാ. തലകുനിച്ച് നിർത്തിക്കും ഞാൻ. നാഴികയ്ക്ക് 40 വട്ടം തന്റെ സൽപുത്രൻ ആനന്ദിനെ ഓർത്ത് അഭിമാനിക്കുന്ന അഖില ഇനി മകന്റെ അവസ്ഥ ഓർത്ത് രക്തക്കണ്ണീർ പൊഴിക്കുന്നത് ഈ ലോകം കാണും. നീ എന്തൊക്കെയാ പ്രിയങ്ക ഈ പറയുന്നേ? ഇതൊക്കെ കേൾക്കുമ്പോ എനിക്ക് നല്ല ഭയം തോന്നുന്നുണ്ട്. ആന്റി പേടിക്കണ്ട, ഏതായാലും ആനന്ദിനെ ഞാൻ കൊല്ലില്ല. പക്ഷെ ആ അഖിലാണ്ടേശ്വരി എന്റെ കാലിൽ വീണ് കരയണം. ഇനി ഞങ്ങളെ ഉപദ്രവിക്കരുതെന്ന് കരഞ്ഞു വിളിച്ച് അപേക്ഷിക്കണം. അത്തരത്തിലൊരു ബോംബാ ഞാൻ തയ്യാറാക്കി വച്ചിരിക്കുന്നത്. ഒരു ഹൈഡ്രജൻ ബോംബ്. ഉടനെ പൊട്ടിക്കാൻ. കേട്ടിട്ട് തന്നെ രോമാഞ്ചമൊക്കെ വരുന്നു. അതെന്താണെന്ന് എന്നോട് കൂടെ പറഞ്ഞൂടെ നിനക്ക്? ഞാനൂടെ അറിയട്ടെ ബോംബ് എന്താണെന്ന്. നാളെ വരെ ഒന്ന് കാത്തിരിക്കാൻ ആന്റി. ആന്റി മാത്രമല്ല, ഈ ലോകം മുഴുവനും അറിയും അത് പൊട്ടിത്തെറിക്കുമ്പോൾ. ഓഹോ, അപ്പൊ ഈ ലോകം മുഴുവനും അറിയുമ്പോ ഞാനും അറിഞ്ഞാ മതിയെന്നല്ലേ? ആ എന്ന് പറഞ്ഞാ എന്നെ നിനക്ക് വിശ്വാസം ഇല്ലെന്ന അർത്ഥം. സോറി, അതിനങ്ങനെ ഒരു അർത്ഥമില്ല ആന്റി. ഏതായാലും തൃച്ചംബരത്ത് അഖിലാണ്ടേശ്വരിക്ക് ആന്റിയോടുള്ള വിശ്വാസത്തെക്കാൾ അധികം വിശ്വാസം എനിക്ക് ആന്റിയോടുണ്ടെന്ന് വിശ്വസിക്കും. ഇന്നൊരു രാത്രി കൂടി കാത്തിരിക്കാനുള്ള ക്ഷമ വേണം. ഒരു രാത്രി ഇരട്ടി വെളുക്കുന്ന സമയം.